സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു വണ്ടിയുമായിട്ടല്ല, നമ്മൾ നിസാൻ GT-R കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്നലെ നമ്മളൊരു KSRTC ബസ്സും കൊണ്ട് പോയായിരുന്നു. പക്ഷേ അതിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ സഹിക്കൂല ഗായ്സ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ഓക്കെ ഗൈസ്, വയനാടൻ ചുരം കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ലാസ്റ്റ് ബസ് നിന്ന നിപ്പ് ഗൈസ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർ അറിയാം. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ട് അതുവഴി പോയാൽ പെട്ടെന്ന് എത്തൂല. അതുകൊണ്ട് ഞാൻ നേരെ പോവുകയാണ്. രണ്ടും ഒരേ വഴി തന്നെ എത്തണത്. നേരെ പോയിട്ട് ഒരു പച്ച വണ്ടി കാണും. ആ പച്ച വണ്ടി കണ്ട പിന്നെ കേസ് ഈ വണ്ടിക്ക് നല്ല ഒടുക്കത്തെ ബ്രേക്കാണ്. അതുകൊണ്ട് ഇടിക്കാൻ ചാൻസ് കുറവാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ പോവാം. ഈ വളവിൻ്റെ അവിടെയാണ് ഒരു പച്ച വണ്ടി കിടക്കുന്നത് എങ്കിൽ നിങ്ങൾ പോകുന്ന കറക്റ്റ് വഴിയാണ്. ഇതാണ്. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് മാപ്പിലോട്ട് എത്താൻ പറ്റും. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് മാപ്പ് ഇടിക്കാൻ ചാൻസ് കുറവാണ്. നെക്സ്റ്റ് മാപ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇടിക്കാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇടിച്ചിട്ടില്ല. അടുത്ത മാപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് വളവ് ഒന്നുമില്ലാതെ നേരെ പോവാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൈസ്, ലൈക്ക് അടിക്കാൻ മറന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു. യെസ്, മറക്കരുത് ഗൈസ്. മാക്സിമം ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഇടിക്കാൻ ചാൻസ് കുറവാണ് ഗോയ്സ്, അതുകൊണ്ട് നമ്മൾ ഇടിച്ചിട്ടില്ല. ഗുഡ് ബൈ, ഗയാ. സോറി ഗായ്സ്, അറിയാതെ ഇടിച്ചതാണ്. ഇവിടെ നിന്ന് ഒരു വളവും തിരിവുമില്ലാതെ നമുക്ക് നേരെ പോവാം. ഓക്കെ, നേരെ പോയപ്പോൾ നമ്മളെ വയനാടൻ ചുരം എത്തുന്നതാണ്. പിന്നെ ഗൈസ്, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് വ്യൂസ് കൂട്ടുക. എനിക്ക് ഗൈസ് വളർന്നു പറഞ്ഞ യൂട്യൂബറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്താണിത്? എന്തായാലും നേരെ പോകുന്നുണ്ട് നമ്മൾ. ഒടുക്കത്തെ ട്രാഫിക്കാണ് ഗൈസ്, ഇത് പറയാൻ. പിന്നെ ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ബ്രേക്ക് കൂടിപ്പോണ്ടാണ് ഗൈസ്, ഇല്ലായിരുന്നേ കാണിച്ചു തരായിരുന്നു. കേട്ടല്ലോ, നമ്മൾ ഇടിക്കുന്ന സ്ഥലം എത്തിയാൽ ഇടിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു അതുകൊണ്ടാണ് നമ്മൾ ഇടിച്ചത് ഗൈസ്. ഓക്കെ, അതൊരു നല്ലൊരിതാണ്. ഇതിനെക്കുറിച്ച് നല്ലൊരിതാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ എത്താറായിട്ടുണ്ട്. ഈ വളവ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതാണ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഈ വളവ് കഴിഞ്ഞില്ല, അടുത്ത വളവ്. ഓക്കെ, ഈ ബസ്സുകാർക്ക് ഓടിക്കാനും അറിഞ്ഞൂടാ ഗൈസ്. പോക്ക് ഉണ്ടാവും ഗൈസ്. ഈ വളവല്ല, അടുത്ത വളവാണ്.
ഓക്കെ പോക്കുണ്ട് ആ ബസ്. പക്ഷേ ഇടിച്ച് ചാവട്ടെ ആ ബസ്. എന്തായാലും നമ്മൾ എത്താറായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ഇഷ്ടം അത് കമൻറ്റ് ചെയ്യുക, ഞാൻ അത് കളിക്കുന്നതാണ്. ഗൈസ് ദോ കാണുന്നു നമ്മുടെ വയനാടൻ ചുരം. ഇവിടെയാണ് നമ്മൾ ബസ് പറന്നു പോയത് ഗൈസ്. ദോ ഇവിടെ ഏകദേശം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, ചുരം കയറിയിട്ട് കാണിച്ചു തരാം. ഇവിടെ നിർത്താം നമുക്ക് വണ്ടി. പക്ഷേ നമ്മളെന്തായാലും ഇറങ്ങാൻ പോകണം. ഏകദേശം നമ്മൾ കാണിച്ചു തരാം. അങ്ങോട്ട് പൊക്കണ്ടിരിക്കുകയാണ് ഗൈസ്. അതോ ഇവിടെ നിന്ന് കയറാനും പറ്റണില്ല. ഗൈസ് ഇവിടെ ആയിട്ടാണ് നമ്മൾ വന്ന് കുത്തി നിന്നത്. ആ വീഡിയോ കണ്ടവർക്കറിയാം, കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടവരും ഇല്ലാത്തവരും ചെയ്യാം. ഓക്കെ ഗൈസ്, മാക്സിമം സപ്പോർട്ട് നമുക്ക് വേണം ഗൈസ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു അനിയത്തിയുടെ ചാനലും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് പറയുന്ന ഓപ്ഷൻ കുത്തുക. അത് മറക്കരുത് ഗൈസ്, മറന്നു കഴിഞ്ഞാൽ മറന്നിരിക്കും. ഓക്കെ, മറക്കരുത്, ജസ്റ്റ് ചെയ്യുക. ബായ്.